സർവ്വ ദുരിതങ്ങളും മാറാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് നല്ല വിശ്വാസമുള്ള അമ്പലാ, പറ്റുമെങ്കിൽ നീ ഒന്ന് വായോ എന്ന് പറഞ്ഞ് എന്റെ കൂടെ പണ്ട് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയാണ് വിളിച്ചത്. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലാത്തതുകൊണ്ട് ആ പ്രലോഭനത്തിൽ ഞാൻ കാര്യമായിട്ടങ്ങ് വീണുപോയി അടുത്ത വണ്ടിക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു. എങ്ങോട്ടേക്കെന്നല്ലേ, കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ നഗരഹൃദയത്തിൽ MC റോഡിന്റെ കിഴക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവക്ഷേത്രമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക്. രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് ഇവിടെ മുഖ്യ പ്രതിഷ്ഠ. രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ആരാധന. ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളും പ്രാദേശിക കഥകളും പുരാണ വസ്തുതകളും ഒക്കെ ഉണ്ടെങ്കിലും വ്യക്തമായ ചരിത്രരേഖകളുടെ കുറവ് കാണുന്നുണ്ട്. ഖരപ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കുമ്പോഴും പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നും കരുതിപ്പോരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് ഏകദേശം 1000-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അത് തെളിയിക്കുന്ന രേഖകളൊന്നും ക്ഷേത്രത്തിലില്ല. ക്ഷേത്രം ആദ്യം വടക്കംകോർ രാജ്യത്തായിരുന്നു. ക്ഷേത്രത്തിന്റെ ഊരായിമക്കാർ 8 മനക്കാരായിരുന്നു. ഇതുവഴി 8 മനയൂർ എന്ന പേര് സ്ഥലത്തിന് വന്നുവെന്നും അതാണ് ഏറ്റുമാനൂർ ആയതെന്നും പറയപ്പെടുന്നു. ക്ഷേത്രം മുഴുവൻ നടന്നു കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സെക്യൂരിറ്റി ചേട്ടൻ വന്ന് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് അന്നദാനത്തിനുള്ള കൂപ്പൺ തരുന്നത്. പിന്നൊന്നും നോക്കിയില്ല, ക്യൂ നിന്ന് ചോറും സാമ്പാറും പച്ചമോരും കൂട്ടുകറിയും അച്ചാറും ഒക്കെ കൂട്ടി നന്നായി ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുമ്പോഴാണ് 3 ചേട്ടന്മാരെ കിട്ടിയത്. നമ്മൾ ചെന്ന് കണ്ടറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിലും നല്ലതല്ലേ അവിടെ ഉള്ളവർ തന്നെ ഓരോ കാര്യങ്ങളും വിശദീകരിക്കുന്നത്. വേറെ ഒരിടത്ത് ഏഴരപ്പനാനില്ല. പിന്നെ അന്നദാനം, പ്രധാന വഴിപാട്, വെല്ലുവിളക്കും കാര്യം പ്രധാന വഴിപാട് എല്ലാ ദിവസവും ഉണ്ട്. ഇപ്പം സീസൺ ആയാണ് 1000 പേർക്കാണ് എല്ലാ ദിവസവും. സാധാരണ ദിവസം സാധാരണ ദിവസം 200-ഉം വീക്കെൻഡിൽ 300-ഉം. അവർ പറഞ്ഞതനുസരിച്ച് ക്ഷേത്രത്തിലെ അതിപ്രസിദ്ധമായ 2 പ്രത്യേകതകളാണ് ക്ഷേത്രത്തിലെ വലിയ വിളക്കും 7 പൊന്നാനയും. ഇവയുടെ വരവും വളരെ രസകരമായ സാഹചര്യങ്ങളിലാണ്. ക്ഷേത്രത്തിലെ ബലിക്കൽപുരയിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ വിളക്ക് 5 തിരികളോടുകൂടിയ ഒരു കെടാവിളക്കാണ്. 4 പ്രധാന ദിക്കുകളിലേക്കും വടക്കു കിഴക്ക് ഭാഗത്തേക്കുമാണ് 5 തിരികൾ ഇട്ടിരിക്കുന്നത്. 1540-ലാണ് ഈ ദീപ ഇവിടെ സ്ഥാപിച്ചത്. ഇനി മറ്റൊരു വലിയ ആകർഷണമായ 7 പൊന്നാനയെ കുറിച്ച് പറയാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ 7 വലിയ ആനകളും ഒരു ചെറിയ ആനയും അടങ്ങുന്ന ഒരു ശില്പരൂപമാണിത്. തേക്കിൻ തടിയിൽ തീർത്ത് സ്വർണം പൂശിയ വിഗ്രഹങ്ങളാണിവ. ആനകൾക്കൊപ്പം ഒരു സ്വർണ്ണ പഴുക്കുലയും ഉണ്ടാക്കിയിരുന്നു. കുംഭമാസത്തിൽ ഉത്സവത്തിനിടയ്ക്ക് 8ാം നാളിൽ നടക്കുന്ന ആസ്ഥാന മണ്ഡപ ദർശനത്തിൽ ഭഗവാന്റെ തിടമ്പിനൊപ്പം 7 പൊന്നാനകളും പ്രദർശനത്തിന് വെക്കും. 7 പൊന്നാന വൈക്കത്ത് നേരാൻ വെച്ചിരുന്ന വഴിപാടായിരുന്നു അത്രേ. വൈക്കത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ മതിൽക്കകമാണ് ഏറ്റുമാനൂരിലേത്. ഏകദേശം 5 ഏക്കർ വിസ്തീർണം വരും MC റോഡിന്റെ കിഴക്ക് ഭാഗത്ത് നടരാജമൂർത്തിയുടെ രൂപം കുത്തിവെച്ച ക്ഷേത്ര കവാടം കാണാൻ. ക്ഷേത്രത്തിന് 4 ഭാഗത്തും ഗോപുരങ്ങൾ ഉണ്ടെങ്കിലും പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ് ഏറ്റവും വലുത്. ഇതിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കീഴ്തൃക്കോവിൽ ക്ഷേത്രം എന്നാണ് ഇതിന്റെ പേര്. ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം കുറയ്ക്കാനാണ് ഇവിടെ ശ്രീകൃഷ്ണൻ കുടികൊള്ളുന്നതെന്ന് പറയപ്പെടുന്നു. ശ്രീകൃഷ്ണൻ എന്ന് പറയപ്പെടുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന മഹാവിഷ്ണുവിന് ഉപദേവതയായി ഗണപതിയും കുടികൊള്ളുന്നു. എനിക്കൊന്നും പറയാനില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ആളാട്ടോ ഇത് ഇപ്പൊ കുറെ അധികം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. വീണ്ടും കുറെ ചോദിച്ചപ്പോഴല്ലേ അറിഞ്ഞത് ആളുടെ കുടുംബവുമായി ഈ ക്ഷേത്രത്തിനുള്ള ബന്ധം. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഇവിടുത്തെ ഉത്സവം ഭയങ്കര ഫേമസ് ആണ്. ഇത്തവണത്തെ ഉത്സവം ഫെബ്രുവരി 27 കൊടിയേറും. മാർച്ച് 8 ആറാട്ടും. ഞങ്ങൾ ഈ അമ്പലത്തിൽ അവകാശിയാണ്. അതായത് മന്നത്തൂർ നിന്നാണ് ഞങ്ങൾ വീട്ടുപേര്. അതായത് പണ്ട് രാജാവിൻ്റെ കാലം തൊട്ട് ഉള്ളൊരു അവകാശം. അതായത് ഞങ്ങളുടെ കുടുംബത്തിലെ വലിയ കാർന്നവർ കഥകളി നടനായിരുന്നു. അദ്ദേഹം അരയന്നത്തിൻ്റെ വേഷമാണ് കെട്ടി ആടിക്കൊണ്ടിരുന്നത്. അപ്പം ഈ പട്ടിണിയും പരിവട്ടമൊക്കെയുള്ള സമയമല്ലേ. അപ്പം രാജാവിന് ഈ കഥകളി കണ്ട് ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തോട് ചോദിച്ചു എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി ശകലം ബുദ്ധി പറയുന്നത്. പുള്ളി പറഞ്ഞ അടിയൻ അരയെണ്ണം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് രാജാവ് ഇവരുടെ കുടുംബം ഉള്ളത്രയും കാലം ഇവിടുന്ന് ഭഗവാൻ നേരിടുന്ന ചോറ് അവരുടെ കുടുംബത്തിന് കൊടുക്കണമെന്ന് കൽപ്പിക്കുകയും ഇപ്പോഴും അത് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിശദമായി എല്ലാം കണ്ടറിഞ്ഞിറങ്ങിയപ്പോഴേക്കും വെയിൽ നന്നേ കുറഞ്ഞ് വൈകുന്നേരത്തോടായി. പക്ഷെ അപ്പോഴും തൊഴുതു പ്രാർത്ഥിക്കാൻ വരുന്ന ഭക്തരുടെ എണ്ണത്തിലും തിരക്കിലും മാത്രം ഇവിടെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് യുവർ ഒപ്പീനിയൻ. താങ്ക് യു.